ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ ഗെയിമിലേക്ക് ആയിട്ടൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരെ കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ നൈസായിട്ട് രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ എനിക്ക് വീഡിയോയുടെ ആ സമയം ഉണ്ടായില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയതായിട്ടൊരു കാറും അതുപോലെ തന്നെ കുറച്ച് അപ്ഡേറ്റ്സിൻ്റെ കാറും പിന്നെ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഈ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഇതിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാത്തൊരു വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. വീഡിയോ ഇതിലേക്ക് ലൈക്ക് ചെയ്യാത്തതിനനുസരിച്ച് ലൈക്ക് ചെയ്തിട്ട് സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്ലസ് ചെയ്ത് സൈഡിൽ ബെല്ലേ കോൾ ഓപ്ഷൻ ഒക്കെയായിട്ട് വീഡിയോയ്ക്ക് മറക്കരുത്. ഡീറ്റെയിൽ ആയിട്ട് 3D എല്ലാം കൂട്ടൊക്കെ തന്നെ വീഡിയോ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടൊരു മിലിറ്ററി ബേസ് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എവിടെയാണ് മിലിറ്ററി ബേസ് അറിയാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് ഇതായ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്ക്. അപ്പോൾ ഞാൻ ഈ വഴി കൂടെ പോകുമ്പോൾ മിലിറ്ററി ബേസ് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുക അറ്റത്തായിട്ട് ഒരു ഡെസേർട്ട് പോലെ ഒരു ഇത്. അപ്പോൾ അത് നമ്മുടെ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെറിയ മിലിറ്ററി ബേസ് ആണെന്ന് മാത്രം. പിന്നെ അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ആയിട്ടൊരു കാർ എന്ന് പറഞ്ഞാൽ മിലിറ്ററി കാറാണത്. അപ്പോൾ മിലിറ്ററി കാർ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന്. അപ്പോൾ 3-1-1 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാറ് കിട്ടുമായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ആ കാറ് ഇതുപോലെയൊക്കെ നമ്മൾ കാറിക്കുന്നത് നൈസായിട്ടൊരു രക്ഷയില്ല. കാരണം അടിപൊളിയായിട്ട് ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിലിറ്ററിയുടെ ഇൻറ്റീരിയറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മിലിറ്ററിയുടെ ഏകദേശം സെറ്റപ്പൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് മിലിറ്ററി കാറും കാര്യങ്ങളൊക്കെ എടുക്കാം. നിങ്ങൾ GTA 5 കളിക്കണം കൂട്ടുകാരെ, ജസ്റ്റ് ഇതായ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്ക്. GTA 5 ഈ മറ്റേ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ആ മിലിറ്ററി ബേസിലെ ആൾക്കാരൊക്കെ ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അതുപോലെ ഈ ബഗ് അത് ഇതിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മിലിറ്ററി ബേസിൻ്റെ അകത്ത് കാണാൻ പറ്റും കുറച്ച് ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ആ ആൾക്കാർ എവിടെ വേണമെങ്കിലും നടന്നു പോകും. പിന്നെ ഇതുമാതിരി വണ്ടി അവിടെ കിടക്കുന്നതായിട്ട് ഞങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഞാൻ ഇറങ്ങിയിട്ട് സ്നൈപ്പർ വെച്ചിട്ട് കാണിച്ചു തരാമെന്നാണ്. എനിക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ സ്നൈപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ അറ്റത്തായിട്ട് തീരെ കാറ് കാണാൻ പറ്റും. അതുപോലെയായിരിക്കും നമ്മുടെ മിലിറ്ററി കാറും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഒരാളെ കൊല്ലാം ഗൈസ്. പക്ഷേ വേണ്ട, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരിതാണ്, അതുകൊണ്ട് നമുക്ക് കൊല്ലണ്ട ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൊല്ലണത് ശരിയല്ല. വേറെ വല്ല മിലിറ്ററി ബേസ് വേറെ സിറ്റി ആണെങ്കിൽ നമുക്ക് കൊല്ലാമെന്നാണ്. കാരണം അത് ശരിയല്ല നമ്മുടെ മിലിറ്ററി ബേസ് ഇങ്ങനെ കൊല്ലണത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഈ മിലിറ്ററി ബേസിൻ്റെ കയറിയിട്ടില്ല. ജസ്റ്റ് ഞാൻ ഡ്രോൺ വെച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും നിങ്ങൾക്ക് ഉള്ളിൽ കയറാനായിട്ട്. ഞാൻ ജസ്റ്റ് ഡ്രോൺ വെച്ച് കാണിച്ചു തരാം. DON കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഡ്രോൺ കിട്ടും. കാരണം ഞാൻ വരാത്തത് കാറിൻ്റെ അകത്തിരുന്ന ഡ്രോൺ മോഡ് വരില്ല. അതുകൊണ്ട് ഡ്രോണൊന്നും അടിക്കുമ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഞാൻ മേളിലോട്ട് പോയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡ്രോൺ മോഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. നേരത്തെ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായി, ഇപ്പോൾ ആൾക്കാരെ കാര്യങ്ങളൊക്കെ കാണാമെന്നില്ല. എവിടെ പോയെന്ന് എനിക്ക് അറിയാനും പാടില്ല. ചിലപ്പോൾ ഡ്രോൺ മോഡ് എടുത്തപ്പോൾ അങ്ങനെ പോയതാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഗെയിമിൻ്റെ മിലിറ്ററി ബേസും. ഈ ഗെയിം അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഗെയിമിലേക്ക് BA1 തൊട്ട് BA10 വരെ ഉണ്ട്. അതുപോലെ BA11 വരെ വന്നിട്ടുണ്ട്, 11 തൊട്ട് 12 വരെ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മുടെ BA1 സെയിം ആണ്, പക്ഷേ ഇമേജസ് ആഡ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് റീസ്റ്റാർട്ട് അടിക്കുക. റീസെറ്റ് അടിക്കുമ്പോൾ ഇത് അപ്പം തന്നെ പ്ലേ കൊടുത്തിട്ട് അങ്ങനെ റീസ്റ്റാർട്ട് അടിക്കാം. ചില ഫോണിൻ്റെ മറ്റേ ബാക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. എനിക്ക് വർക്കാവാനുള്ള ചില സമയം നോക്കി നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാനിപ്പോൾ BA11 അടിക്കുന്നത്. ആ ഫേസ് ഇവിടെ ഇപ്പോൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാമെന്നാണ്. നമുക്ക് വേണമെങ്കിൽ മിലിറ്ററി ബേസിൻ്റെ ആളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ചാടിക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്ലസ് ചെയ്ത് സൈഡിൽ കാണുമ്പോൾ കോൾ ഓപ്ഷനൊക്കെ ആയിട്ട് വീഡിയോ ഒരിക്കലും മറക്കരുത്. എന്നിട്ട് ഇന്നും പറയാൻ 3D എല്ലാം കൂട്ടൊക്കെ തന്നെ വീഡിയോ ഷെയർ ചെയ്തേക്ക്. ലവ് യു ആൾ ആൻഡ് ടേക്ക് കെയർ.